കാസർഗോഡ് തൊട്ട് പാറശാല വരെ നീണ്ടുകിടക്കുന്ന 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരള തീരം സംരക്ഷിക്കുന്നത് നേവൽ ഓഫീസർ ഇൻചാർജ് കൊമഡോർ വർഗീസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സാഗർ പ്രഹരി ബൽ എന്ന സേനാംഗങ്ങളാണ്. ഈ സേനാ വിഭാഗത്തിന്റെ ഫാസ്റ്റ് ഇന്റർസെപ്റ്റ് ക്രാഫ്റ്റ് യാനങ്ങളുടെ പ്രകടനമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും പോരാട്ടശേഷിയും വിളിച്ചോതുന്ന മെഗാ ഓപ്പറേഷണൽ പ്രകടനമാണ് ശംഖുമുഖത്ത് നടക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വലിയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ജനകീയ പങ്കാളിത്തം? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ ഈ ഓപ്പറേഷണൽ പ്രകടനം ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പൊതുജനങ്ങളുടെ അടക്കം പങ്കാളിത്തം അവിടെ കാണാൻ കഴിയുന്നത്? നീലിമ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ഈ അതിവേഗത്തിൽ ചെറു ബോട്ടുകളിലെത്തി തീരങ്ങളിലേക്ക് അതിവേഗത്തിൽ കടന്നു കയറുകയും അപ്പോൾ ഏത് തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണെങ്കിലും ശരി, അത് റെസ്ക്യൂ ഓപ്പറേഷൻസിനും ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രദേശത്ത് ആക്രമണം നടത്താനുള്ള ഒരു ആംഫിബിയസ് ആയിട്ടുള്ള അസോൾട്ട് നടത്താനുള്ള ശ്രമമാണെങ്കിലും ശരി, അങ്ങനെയുള്ള എല്ലാ നീക്കങ്ങൾക്കും നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണെങ്കിലും ശരി, ഇപ്പോൾ മറൈൻ കമാൻഡേഴ്സ് ആണെങ്കിലും ശരി, അത്തരം അതിവേഗത്തിലുള്ള ബോട്ടുകളിൽ, ചെറു ബോട്ടുകളിൽ, അതിപ്പോൾ മിസൈൽ ബോട്ടുകളാകാം ശരി, ഒപ്പം തന്നെ ചെറിയ ക്രാഫ്റ്റുകൾ, പെട്രോൾ ക്രാഫ്റ്റുകളാകാം, അത്തരത്തിലുള്ള എങ്ങനെയാണ് ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുതിച്ചെത്തുന്ന 4 ബോട്ടുകൾ, അതൊക്കെ പിന്നിലായി കുറച്ചുകൂടി വലിപ്പം കൂടിയ ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾ, ഇവയൊക്കെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഒരു വിന്യാസം നമുക്ക് കൃത്യമായി കാണാം. ഇതിനൊപ്പം തന്നെ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഉയരത്തിൽ അവിടേക്ക് നമുക്ക് നമ്മുടെ ക്യാമറയിൽ അത്രയും ഉയരത്തിൽ നിന്ന് ഏതാണ്ട് 25,000 അടി ഉയരത്തിൽ നിന്ന് നമ്മുടെ മാർക്കോസ് മറൈൻ കമാൻഡോസ് ഇപ്പോൾ ഫ്രീ ഫാൾ ചെയ്യുകയാണ്. പാരച്യൂട്ടിൽ ഇപ്പോൾ അവർ പാരച്യൂട്ട് വിടർത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് ഇവിടെ ഈ കടലിൽ ബോട്ടുകളുടെ ഈ വിന്യാസ പ്രകടനം നടക്കുമ്പോൾ തന്നെ ആകാശത്ത് മറൈൻ കമാൻഡോസ് അവർ പാരച്യൂട്ട് വിടർത്തി. അവർ കൃത്യമായി ഈ കടപ്പുറത്തെ ഈ ശംഖുമുഖം തീരത്തെ കൃത്യ ലൊക്കേഷനിലേക്ക് ഇവിടെ ഫ്ലെയർ കാണിക്കുന്ന, ഇവിടെ താഴെ നിൽക്കുന്ന അവരുടെ സഹസൈനികർ കാണിക്കുന്ന ഫ്ലെയർ കാണിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വളരെ വേഗത്തിൽ വന്നിറങ്ങാനുള്ള അതിൻ്റെ ഒരു അഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കടലിലാകട്ടെ മറ്റ് ചെറു ബോട്ടുകളുടെയും ഒപ്പം തന്നെ ചെറു മിസൈൽ ബോട്ടുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തരം ചെറിയ ബോട്ടുകളും തമ്മിലുള്ള ഒപ്പം ചെറിയ ഫാസ്റ്റ് അറ്റാക്കിംഗ് പെട്രോളിംഗ് ക്രാഫ്റ്റുകളും ഇവിടെയുണ്ട്. അവയുടെ വിന്യാസവും നടക്കുന്നു. അതോടൊപ്പം വീണ്ടും മാർക്കോസിൽ കൂടുതൽ അടുത്തേക്ക് അവർ എത്തുന്നുണ്ട്. മാർക്കോസിന് തന്നെ പേരെഴുതിയിട്ടുള്ള 3 പാരച്യൂട്ടുകളിലായി 3 മാർക്കോ കമാൻഡോസ്, അവർ മറൈൻ കമാൻഡോസ് മാർക്കോസ് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കും. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതാണ്, ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും പറയാൻ മറന്നു പോകുന്ന, പക്ഷേ ഭാരതത്തിന് വേണ്ടി അഭിമാനകരമായ പോരാട്ടങ്ങളിൽ എന്നും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക വിഭാഗമാണ്, ഒരു നേവിയുടെ ഒരു കമാൻഡോ വിഭാഗമാണ് ഈ മറൈൻ കമാൻഡോസ് എന്നുള്ളത്. ഇവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാറ് പോലുമില്ല. കാരണം കടലിനുള്ളിൽ പലപ്പോഴും നടക്കുന്ന മറ്റ് മേഖലകളിൽ കടൽക്കൊള്ളക്കാർക്കെതിരെയും മറ്റുമൊക്കെ നടക്കുന്ന ഒരുപാട് സൈനിക ഓപ്പറേഷൻസ് നടക്കാറുണ്ട്. ഇന്ത്യൻ നേവി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ശക്തി ആയിട്ടുള്ള ഏറ്റവും വലിയ നാവിക സേനയാണ്. അതുകൊണ്ട് തന്നെ കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്ക് ഇന്ത്യൻ നേവിക്കുണ്ട്. അതിന് പലപ്പോഴും ഈ കടൽ കൊള്ളക്കാരൊക്കെ ഈ ചരക്ക് ബോട്ടുകളും അല്ലെങ്കിൽ ചരക്ക് കപ്പലുകളും മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ പാഞ്ഞെത്തി അതിവേഗത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസും അത്തരം കൊള്ളക്കാരെ പിടികൂടുന്നതുമൊക്കെ നടത്തുന്ന കമാൻഡോ വിഭാഗമാണ് നമുക്ക് മുന്നിലൂടെ ഈ പാരച്യൂട്ടിൽ ഇങ്ങനെ പറന്നിറങ്ങി വരുന്നത്. അത് ആദ്യത്തെ കമാൻഡോ ശംഖുമുഖം തീരത്തേക്ക് കൃത്യമായി ഈ മുമ്പിലൊരുക്കിയിരിക്കുന്ന പവലിയൻ അപ്പുറത്ത് തന്നെ അദ്ദേഹം വന്നിറങ്ങുന്നു. അടുത്ത കമാൻഡോയും പാരച്യൂട്ടിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ കമാൻഡോ മാർക്കോസ് എന്നെഴുതിയിട്ടുള്ള കുങ്കുമവും കറുപ്പ് നിറത്തിലുള്ള പാരച്യൂട്ട്, ആ പാരച്യൂട്ടിൽ ശംഖുമുഖം തീരത്തേക്ക് വളരെ കൃത്യമായി ഈ വീശിയടിക്കുന്ന കാറ്റിനെ പോലും കൃത്യമായി മനൂവർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി കമാൻഡോസ് അങ്ങനെ 3 പേരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ കടലിൽ കൂടുതൽ ബോട്ടുകൾ കാത്തുകിടപ്പുണ്ട്. എങ്ങനെയാണ് ഈ മാർക്കോസിന്റെ മറ്റു ചില അഭ്യാസ പ്രകടനങ്ങൾ കൂടി നമുക്ക് കാണാം. ഇപ്പോഴതാ മാർക്കോസിന്റെ തന്നെ 3 വിഭാഗങ്ങൾ, ഒന്ന് കരയിൽ ആക്രമണം നടത്തുന്ന, മുമ്പിൽ രാഷ്ട്രപതിക്ക് സമ്മാനിക്കാനുള്ള ഒരു
ഫലകവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കരയിൽ ആക്രമണം നടത്തുന്ന മാർക്കോസിന്റെ സൈനികൻ, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള സൈനികൻ. രണ്ടാമതാകട്ടെ നമ്മൾ തൊട്ടു പിന്നിൽ കാണുന്നത് ഇപ്പോൾ ചെയ്തതുപോലെ സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ പാരാജമ്പിംഗ് ചെയ്ത് അറ്റാക്ക് നടത്തുന്ന സൈനികന്റെ ആ ഒരു ഫുൾ ഗിയറിലാണുള്ളത്. മൂന്നാമത്തെ സൈനികൻ കടലിനടിയിലൂടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള കടലിനടിയിലൂടെ മുങ്ങിത്താണ് അവരുടെ ദൗത്യങ്ങൾക്ക് പോകുന്ന വേഷവിധാനം. അങ്ങനെ 3 തരത്തിലുള്ള തങ്ങളുടെ ഓപ്പറേഷൻ, കരയിലും കടലിലും കടലിനടിയിലും ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാവിധ ഗിയറുകളുമായി എല്ലാവിധ സജ്ജീകരണങ്ങളുമായി മാർക്കോസ് കമാൻഡോസ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിൽ അത് കൃത്യമായി കാണിക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. രാഷ്ട്രപതിയുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ആ സൈനികരെ അവർ രാഷ്ട്രപതിക്ക് ഇപ്പോൾ ഒരു പ്ലേക്ക് അത് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിന് കൈമാറി അദ്ദേഹവും മറ്റ് നാവിക ഉദ്യോഗസ്ഥരും ചേർന്നത് രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ആ 3 കമാൻഡോസും അവിടെ നിന്ന് തിരിച്ച് മടങ്ങുന്നുണ്ട്. ഇനിയും ഇവിടെ ഈ ക്രമീകരണങ്ങൾക്കനുസരിച്ചുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചാട്ടത്തിന്റെ ഒരു പ്രത്യേക നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നീലിമ. കാരണം എങ്ങനെയാണൊരു സേനാ വിഭാഗത്തെ പറ്റി ഏറ്റവും ഇപ്പോൾ വീണ്ടും കടലിൽ മാർക്കോസിന്റെ തന്നെ മറ്റ് യൂണിറ്റുകൾ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളിലേക്ക് നമുക്ക് പോകാം. ചെറിയ VBSS ക്രാഫ്റ്റുകളിൽ ആണ് അവർ ഈ പറയുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതൊക്കെ ഒരു പ്രദർശനം, വെറും ചെറിയ പ്രദർശനം മാത്രമായി നമ്മൾ കണ്ടുപോകരുത്. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. സൊമാലിയയിലും ഒക്കെ 2024 മാർച്ചിൽ മുംബൈയിൽ നിന്ന് ഏതാണ്ട് 3000 കിലോമീറ്റർ അകലെയുള്ള സൊമാലിയ തീരത്ത് മാർക്കോസ് നടത്തിയ ഒരു ദൗത്യത്തിന്റെ ഒരു പ്രകടനം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് നേരത്തെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചൊരു കപ്പലിൽ എങ്ങനെയാണ് ഹെലികോപ്റ്റർ മാർഗമാകട്ടെ ഇതുപോലെയുള്ള ചെറിയ ക്രാഫ്റ്റുകൾ, ഇൻഫ്ലേറ്റബിൾ ക്രാഫ്റ്റുകൾ വഴിയുള്ള ഇൻസർഷൻ, അതോടൊപ്പം തന്നെ ഇപ്പോഴിതാ എങ്ങനെയാണ് അതിവേഗത്തിൽ മാർക്കോസ് ഒരു തീരപ്രദേശത്തേക്ക് ഇത്തരത്തിൽ അപ്പോൾ അത് ആക്രമണത്തിനാണെങ്കിലും ശരി, അത് റെസ്ക്യൂ ഓപ്പറേഷൻസിനാണെങ്കിലും ശരി, എങ്ങനെ അതിവേഗത്തിൽ എത്തിച്ചേരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ പ്രകടനമാണ് ഇപ്പോൾ നമുക്കൊപ്പം കാണിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ ദൂരെ കടലിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും ഈ പറയുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ, നിരവധി പ്രകടനങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം ഇപ്പോൾ പൊട്ടിത്തെറിക്കും. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ നാവിക സേനാംഗങ്ങൾ മാർക്കോ കമാൻഡോസ് അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ക്രമീകരണമാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. പ്ലാറ്റ്ഫോം അല്പസമയത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു കൺട്രോൾഡ് എക്സ്പ്ലോഷൻ നടത്തി എങ്ങനെ അതിവേഗത്തിലെത്തി ഒരു കടലിലുള്ള ഇപ്പോൾ ഒരു ഓയിൽ റിഗ് ആണെങ്കിൽ അങ്ങനെ ശത്രുവിൻ്റെ കേന്ദ്രീക അല്ലെങ്കിൽ മറ്റിടത്തേക്ക് അങ്ങനെയുള്ള ആക്രമണം നടത്തുന്നതിൻ്റെ ഒരു സജ്ജീകരണമാണ് കണ്ടത്. ഇപ്പോഴതാ അതിനുശേഷം സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. സീക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് അവരുടെ ഫ്ലെയർ കാണിച്ച് കടലിലുള്ള മാർക്കോസിന് അവരുടെ ലൊക്കേഷൻ അവർ കാണിച്ചു കൊടുത്തു. ഇപ്പോഴതാ കടലിൽ നിന്നും ഇൻഫ്ലേറ്റബിൾ ബോട്ടിലുള്ള ഫാസ്റ്റ് അറ്റാക്കിംഗ് ക്രാഫ്റ്റിലുള്ള ജവാന്മാരെ, സൈനികരെ എങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോട്ട് നമുക്ക് കാണാൻ കഴിയും എന്തുമാത്രം വലിയ രീതിയിലാണ് അവിടെ തിരകളുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ, സീക്കിംഗ് ഹെലികോപ്റ്ററിൻ്റെ അതിൻ്റെ കറങ്ങുന്ന നൗകകളുടെ ശക്തിയാൽ അവിടേക്കാണ് സൈനികരെ അവർ ഓരോരുത്തരായി ഇനി ആ കയറിന് മുകളിലേക്ക്, ആ റോപ്പിലേക്ക് കയറും. ഓരോരുത്തരായി കയറി മുകളിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നടത്തി അതിവേഗത്തിൽ നമ്മുടെ കമാൻഡോസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു സീക്കിംഗ് ഹെലികോപ്റ്ററിലേക്ക് ഈ പറയുന്ന കമാൻഡോസ് കയറുമ്പോൾ മറ്റൊരു സീക്കിംഗ് ഹെലികോപ്റ്റർ അതിനൊരു രക്ഷാകവചം പോലെ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി ചെയ്യുന്നുണ്ട്. അതിവേഗത്തിൽ ആ ഒരു ഹെലികോപ്റ്ററിനും നമ്മുടെ കമാൻഡോസിനും ചുറ്റും ആ ഒരു വലയം തന്നെ, ഒരു പ്രതിരോധ വലയം പോലെ തന്നെ മറ്റൊരാക്രമണം ഉണ്ടാകാതിരിക്കാൻ, ഇപ്പോൾ ഒരു മിസൈലാക്രമണം അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രതിരോധമൊരുക്കാൻ അങ്ങനെ ആണ് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ, നാവികസേന ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളൊന്ന്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഓപ്പറേഷൻസിന് അതിവേഗത്തിൽ കമാൻഡോസ് ആയാലും ശരി മറ്റ് ഭാഗങ്ങളിലും പലയിടങ്ങളിലും എത്തിക്കാനും അവിടെ നിന്ന് അതിവേഗം എക്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന വലിയ മെനൂവറബിൾ കപ്പാസിറ്റിയുള്ള കടൽ യുദ്ധങ്ങളിൽ വലിയ കഴിവ് തെളിയിച്ചിട്ടുള്ള സീക്കിംഗ് ഹെലികോപ്റ്ററുകളിലേക്കാണ് ഇപ്പോഴത് ഓരോരുത്തരായി നമ്മുടെ മാർക്കോസ് ഈ രണ്ട് പേർ വീതം, 2 സൈനികർ വീതം ആ ഹെലികോപ്റ്ററിന് മുകളിലേക്ക് കയറിൽ അങ്ങനെ വരുന്നു. മുകളിൽ നമ്മുടെ ദേശീയ പതാകയുണ്ട്.
തൊട്ട് താഴെ ഒരു 2 മാർക്കോസ് കമാൻഡോസ്, 2 മറൈൻ കമാൻഡോസ്, അതിന് താഴെ വീണ്ടും 2 മറൈൻ കമാൻഡോസ്, പിന്നെ വീണ്ടും നേവൽ എൻസയും നേവിയുടെ പതാക. അവർ ഒപ്പം അതാ മുകളിൽ നിന്ന് പ്ലെയറുകളും ഇട്ടുകൊണ്ട് അങ്ങനെ ഒരേ ക്രോപ്പിൽ 4 ജവാന്മാരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ സീക്കിംഗ് ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറുവശത്ത് വീണ്ടും ഒരു ഭാഗം മാർക്കോസ് കമാൻഡോസ് കടലിലുണ്ട്. അവരുടെ പ്രകടനങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ആക്രമണം ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ ആ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. ഇങ്ങനെയാണ് മാർക്കോസ് കമാൻഡോസ് കടലിലുള്ള പല ഇൻസ്റ്റലേഷൻസിലേക്കും അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളത് കൂടിയാണ് അവർ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ സമയവും കൃത്യം എത്ര മിനിറ്റിനുള്ളിൽ എത്തണം, എത്ര മിനിറ്റിനുള്ളിൽ ഈ മിഷൻ പൂർത്തിയാക്കണം, മടങ്ങണം, എപ്പോൾ എക്സ്പ്ലോഷൻ നടന്നിരിക്കണം, കൃത്യമായ കാൽക്കുലേഷൻ, ഓരോ സെക്കൻഡും കണക്കിലെടുത്തുകൊണ്ടുള്ള, ഓരോ മിനിറ്റും കണക്കിലെടുത്തുകൊണ്ടുള്ള കൃത്യമായ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലിമ, ഇനിയും